വെൽക്കം ടു മാസ്റ്റർ കീ അക്കാഡമി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ വെൽഫെയർ ഓഫീസർ ഗ്രേഡ് 2 കേരള PSC പുതിയ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കുന്നു വിചാരിക്കുന്നു. നമുക്കറിയാം വെൽഫെയർ ഓഫീസർ ഗ്രേഡ് 2 ഒരുപാട് വേക്കൻസീസുമായിട്ടാണ് ഇപ്രാവശ്യം കേരള PSC നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. കൃത്യമായിട്ട് നല്ല രീതിയിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് റാങ്ക് ലിസ്റ്റിൽ പെടാൻ പറ്റിയ ഒരു എക്സാം കൂടിയാണ്. കാരണം ഇത് സോഷ്യൽ വർക്കിൽ ഡിഗ്രിയും മാസ്റ്റർ ഡിഗ്രി ഉള്ളവർക്ക് എഴുതാൻ പറ്റുന്ന ഒരു എക്സാമാണ്. സോഷ്യൽ വർക്കിൽ ഡിഗ്രി ഒക്കെ ഉള്ളവർക്ക് ഇപ്പോൾ ICDS എക്സാമും അതേപോലെ തന്നെ പ്രൊബേഷൻ ഓഫീസർ ഗ്രേഡ് 2 എക്സാമും ഒക്കെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ ആ രണ്ട് എക്സാമിന് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത കുട്ടികളായിരിക്കും നിങ്ങൾ എല്ലാവരും. അവർ തന്നെ ആയിരിക്കും ഇതിലും എന്ത് ചെയ്യുന്നത്, പ്രിപ്പയർ ചെയ്യുന്നത്. സോ നിങ്ങളുടെ ഒരു സിലബസിൻ്റെ മുക്കാൽ ഭാഗവും നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇനി ഈ വെൽഫെയർ ഓഫീസറിന് വേണ്ട, ഇത് നമ്മുടെ പ്രിസൺ ആൻഡ് കറക്ഷണൽ സർവീസിലോട്ടുള്ള എക്സാമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രമായിരിക്കും നിങ്ങൾക്കിനി നോക്കാനുണ്ടായിരിക്കുക. അപ്പോൾ വെരി ഈസി ടു സ്റ്റഡി. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിത് വളരെ പെട്ടെന്ന് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. നമ്മുടെ മാസ്റ്റർ കീ അക്കാഡമിയുടെ കീഴിൽ വെൽഫെയർ ഓഫീസറിന്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ മതി. ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് വെൽഫെയർ ഓഫീസർ ഗ്രേഡ് 2 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. 124/2018 കാറ്റഗറി നമ്പറിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. എപ്പോഴും നമ്മൾ ഒരു എക്സാമിനെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ പ്രീവിയസ് ഇയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഒരു ഏകദേശം ഐഡിയ കിട്ടും. നിങ്ങൾ എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. നമുക്കതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ഏതൊക്കെ ഏരിയാസ് നമ്മൾ നോക്കണം, ഏതൊക്കെ ഏരിയാസ് ആണ് കൂടുതലായിട്ട് സ്ട്രെസ് ചെയ്തിട്ടുള്ളത്, അതൊക്കെ നോക്കാനും അതൊക്കെ പഠിക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ 124/2018 കാറ്റഗറി നമ്പറിലെ ഓരോ ക്വസ്റ്റ്യൻസും നമുക്ക് നോക്കാം. 100 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. നമുക്ക് ഓരോന്നോരോന്ന് എന്തൊക്കെയാണെന്ന് നോക്കാം. പിന്നെ നമുക്കറിയാം നമുക്ക് ഈ വെൽഫെയർ ഓഫീസർ ഗ്രേഡ് 2 സിലബസ് നിങ്ങൾ എല്ലാവരും കണ്ടായിരിക്കും. നമ്മുടെ പ്രൊബേഷൻ ഓഫീസറിന്റെ സിലബസ് പോലെ തന്നെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് കുറച്ച് ജനറൽ PSCക്ക് വരുന്ന കാര്യങ്ങളാണ്. കേരള റിനൈൻസൻസ്, അതേപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷന് തുടങ്ങിയ മേഖലകളാണ് ഇതിലും എന്ത് ചെയ്യുന്നത്, ജനറൽ പാർട്ടായിക്കൊണ്ട് വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം 20 മാർക്കോളം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ നമ്മൾ എന്ത് ചെയ്യണം, അതും നന്നായിട്ട് എന്ത് ചെയ്യണം, പഠിക്കണം. ഇപ്രാവശ്യത്തെ പ്രൊബേഷൻ ഓഫീസർ ഗ്രേഡ് 2 നിങ്ങൾ കണ്ടായിരിക്കും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്തുനിന്നും റിനൈൻസൻസിന്റെ ഭാഗത്തുനിന്നും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഒരിക്കലും അത് 20 മാർക്കല്ലേ നമുക്കത് വിട്ട് കളയാം, നമുക്ക് സബ്ജക്റ്റ് മാത്രം ഫോക്കസ് ചെയ്യാം എന്നൊരിക്കലും വിചാരിക്കരുത്. കാരണം ജനറൽ PSC നിങ്ങൾ പഠിക്കുന്ന ആളുകളായിരിക്കും. അതുകൊണ്ട് തന്നെ ആ 20 മാർക്കിൽ 15എണ്ണെങ്കിലും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ക്വിക്കായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഓക്കെ, നമുക്കിതിന്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് റിവേഴ്സ് ഈസ് നോട്ട് ഒറിജിനേറ്റഡ് അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. നോട്ട് അല്ലേ? അപ്പൊ ആ നോട്ട് ഫസ്റ്റ് തന്നെ ഒരു അണ്ടർലൈൻ ചെയ്ത് വെക്കുക. നോട്ട് ഒറിജിനേറ്റഡ് ഫ്രം ദ ഹിമാലയാസ്. ഹിമാലയാസിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്യാത്ത റിവർ ഏതാന്നാണ് ചോദിച്ചിട്ടുള്ളത്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര, കൃഷ്ണ. ഏതാണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? നമുക്കറിയാം ഏതാണ് ആൻസർ. D ആണ് വരുന്നത്. കൃഷ്ണ റിവർ ആണ് ഹിമാലയത്തിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്യാത്ത റിവേഴ്സ്. അപ്പൊ ഹിമാലയത്തിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്യുന്ന റിവേഴ്സ് ഏതൊക്കെയാണ്? സിന്ധു, ബ്രഹ്മപുത്ര, ഗംഗ. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളത് ദ സ്മോളസ്റ്റ് നെയ്ബറിംഗ് കൺട്രി ഓഫ് ഇന്ത്യ അല്ലെ? ഇന്ത്യക്ക് ഒരുപാട് രാജ്യങ്ങളുണ്ടെന്ന് നമുക്കറിയാം. അതിൽ ഏറ്റവും ചെറുത് ഏതാന്നാണ് ചോദിച്ചിട്ടുള്ളത്. നേപ്പാൾ ആണോ, ബംഗ്ലാദേശ് ആണോ, ഭൂട്ടാൻ ആണോ, മ്യാൻമർ ആണോ? ഏതാണ് ആൻസർ എന്ന് പറയുന്നത്? ഭൂട്ടാനാണ്. അപ്പൊ നേപ്പാൾ, ബംഗ്ലാദേശും മ്യാൻമറും ഭൂട്ടാനും ഒക്കെ ഇന്ത്യയുടെ നെയ്ബറിംഗ് കൺട്രി ആണ്. ആദ്യം മനസ്സിലാക്കി വെക്കുക. ആ നെയ്ബറിംഗ് കൺട്രിയിൽ ഏറ്റവും ചെറിയ കൺട്രി ഏതാണ്? ഭൂട്ടാനാണ്. അടുത്തത് വേർ വാസ് ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ലക്ഷദ്വീപ് ബിഫോർ കവരത്തി അല്ലെ? അതായത് ലക്ഷദ്വീപ് അല്ലെ, ഐലൻഡിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഐലൻഡിന്റെ ഒരു ഹെഡ് ക്വാർട്ടർ ഉണ്ടാവും അല്ലെ? അപ്പോൾ കവരത്തി എന്ന് പറയുന്ന സ്ഥലമാണ് ഹെഡ് ക്വാർട്ടർ. അതിന് മുന്നേ ഉള്ള ഹെഡ് ക്വാർട്ടർ ഏതാന്നാണ് അല്ലെ? തലസ്ഥാനം ഏതാന്നാണ് ചോദിച്ചിട്ടുള്ളത്. കൊച്ചി, കോഴിക്കോട്, ആൻഡ്രോട്ട് ആൻഡ് ബംഗാരം. ഏതാണ് അതിന്റെ ആൻസർ വരുന്നത്? കോഴിക്കോടാണ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയുന്നുണ്ടായിരിക്കും. നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, കുറച്ച് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റൂലേ?
ദെൻ ഇപ്പൊ ഇതില് ഇപ്പത്തത് കവരത്തിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ മുന്നേ എന്തായിരുന്നു, കോഴിക്കോടാണെന്ന് മനസ്സിലാക്കാം. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, നാലാമത്തെ ക്വസ്റ്റ്യൻ, ഹു വാസ് ദ ഫസ്റ്റ് മാറ്റർ ഓഫ് ദി റിവോൾട്ട് ഓഫ് 1857? അല്ലെ, ആർക്കും അറിയാത്ത ഒന്നല്ല ഇത്, എല്ലാവർക്കും അറിയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. 1857 ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസിന്റെ ആദ്യത്തെ രക്തസാക്ഷി ആരാണ്? നാനാ സാഹിബ്, റാണി ലക്ഷ്മിബായ്, താന്തിയ തോപ്പെ, മംഗൾ പാണ്ഡെ അല്ലെ. ഏത് ചെറിയ കുട്ടികൾക്ക് പോലും അറിയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഏതാണ്? മംഗൾ പാണ്ഡെ ആണ് അല്ലെ. ദെൻ അടുത്തത്, ഹു നെയ്മഡ് ദ അസോസിയേഷൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്? ഹു നെയ്മഡ് ദ അസോസിയേഷൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്? നമ്മുടെ INC അല്ലെ. INCക്ക് ആ പേര് കൊടുത്തത്, ആ അസോസിയേഷൻ ആ പേര് കൊടുത്തത് ആരാണ്? എ.ഒ. ഹ്യൂം, ദാദാബായ് നവറോജി, WC ബാനർജി, ലോർഡ് ഡഫ്രിൻ അല്ലെ. ആരാണ്? നമ്മൾ ഇതിൽ ഒരുപാട് പേര് കേട്ടിട്ടുണ്ട് അല്ലെ. എ.ഒ. ഹ്യൂമൊക്കെ എന്താണ്, അതിന്റെ സ്ഥാപക നേതാവ് കൂടിയാണ്. അപ്പൊ അത് ആ പേര്, ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അതിന്റെ പേര് കൊടുത്തത് ആരാണ്? അസോസിയേഷൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പേര് കൊടുത്ത ആരാണ്? ദാദാബായ് നവറോജിയാണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഹു എമംഗ് ദ ഫോളോയിങ് പേഴ്സൺ ഈസ് നോട്ട് എ മോഡറേറ്റ് ലീഡർ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലെ. സിമ്പിൾ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. അതായത് ഏത് 7ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ നിങ്ങൾക്ക് പെട്ടെന്ന് ക്വിക്കായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ കിട്ടുന്ന ക്വസ്റ്റ്യനുകളാണ്. ദെൻ അപ്പോ ഇതിൽ എന്താ ചോദിച്ചിട്ടുള്ളത്? നമ്മളോട് ചോദിച്ചുള്ളത്, ഹു എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മോഡറേറ്റ് ലീഡർ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മോഡറേറ്റ് ലീഡർ അല്ലെ, മിതവാദി നേതാവ് അല്ലാത്തത് ആര് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. മിതവാദി, തീവ്രവാദി കാലഘട്ടങ്ങൾ നമുക്കറിയാം അല്ലെ. ഇന്ത്യൻ ഇൻഡിപെൻഡൻസിനെ നമ്മൾ പ്രധാനമായിട്ടും 3 കാലഘട്ടങ്ങളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. മിതവാദി ഘട്ടം, തീവ്രവാദി ഘട്ടം, ഗാന്ധിയൻ കാലഘട്ടം അല്ലെ, മോഡറേറ്റ് പീരീഡ്, എക്സ്ട്രീമിസ്റ്റ് പീരീഡ് ആൻഡ് ഗാന്ധിയൻ ഇറ. അപ്പൊ അതിൽ ഈ മിതവാദികളുടെ പ്രത്യേകത എന്തായിരുന്നു? അവരിങ്ങനെ മിതമായിട്ടുള്ള, അതായത് വളരെ സമാധാനപരമായിട്ടുള്ള ചർച്ചകൾ, കൂടിയാലോചനകൾ, അങ്ങനെയായിരുന്നു അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് നേടാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ എക്സ്ട്രീമിസ്റ്റ് പീരീഡിന്റെ കാലഘട്ടം അവരെങ്ങനെയായിരുന്നു? അവർ കുറച്ചുകൂടി തീവ്രമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെ. എന്താണ് തീവ്രമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്? അവര് വളരെ പ്രൊട്ടസ്റ്റുകളും വളരെ സ്ട്രൈക്കുകളും വളരെ ഇങ്ങനെ എന്താ പറയാ, ഹീനമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ 2 പീരീഡിന് ശേഷമാണ് ഗാന്ധി നിറ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. ഗാന്ധി നിറയുടെ പ്രത്യേകത എന്തായിരുന്നു? ഗാന്ധിജിയുടെ വരവും ഗാന്ധിജിയുടെ ഏർലി സ്ട്രഗിൾസും പിന്നീട് ഇന്ത്യൻ നാഷണലിന്റെ മേജർ ഇൻസിഡൻസ് ഒക്കെ നടക്കുന്നത് ഗാന്ധി വന്നതിന് ശേഷമാണ്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മോഡറേറ്റ് ലീഡർ അല്ലാത്തത് ആര് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ലാലാ ലജപത് റായ്, ഫിറോസ് ഷാ മേത്ത, സുരേന്ദ്രനാഥ് ബാനർജി, ദാദാഭായ് നവറോജി അല്ലെ. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ആൻസർ വരുന്നത് ലാലാ ലജപത് റായ് ആണ് അല്ലെ. അപ്പൊ ലാലാ ലജപത് റായ് ആരായിരിക്കും? അദ്ദേഹം ഒരു എക്സ്ട്രീമിസ്റ്റ് നേതാവായിരിക്കും അല്ലെ. തീവ്രകാലം, ലാൽ ബാൽപാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. ലാൽ ബാൽപാൽ അല്ലെ. ലാലാ ലജപത് റായും എന്നൊക്കെ പറഞ്ഞിട്ട്, ബാലഗംഗാധര തിലക് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ അവരൊക്കെയാണ് എക്സ്ട്രീമിസ്റ്റ് ആളുകൾ. സുരേന്ദ്രനാഥ ബാനർജിയും ഫിറോസ് ഷാ മേത്തയും ദാദാഭായ് നവറോജിയൊക്കെ എന്താണ്, മോഡറേറ്റ് പീരീഡ് ആണ് അല്ലെ. അപ്പൊ ദാദാഭായ് നവറോജിന്റെ ഒക്കെ ഡ്രെയിൻ ഓഫ് വെൽത്ത് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വെൻ ഡിഡ് ദ ജാലിയൻ വാലാബാഗ് മസ്കാര ഹാപ്പൻ അല്ലെ. ജാലിയൻ വാലാബാഗ് സമരം നടന്ന വർഷം ഏത്? വർഷം, മാസം, ഡേറ്റ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ ഗാന്ധിജി വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു വലിയൊരു ഇൻസിഡന്റ് ആയിരുന്നു ജാലിയൻ വാലാബാഗ് അല്ലെ. ജാലിയൻ വാലാബാഗ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ വളരെ വിഷമം പിടിച്ചൊരു ഇൻസിഡന്റ് കൂടിയായിരുന്നു. അപ്പൊ അതിന്റെ ഇയർ എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ഒരു കാര്യം അറിയുന്നുണ്ടായിരിക്കും, അത് 1919 ആണെന്ന് നമുക്ക് അറിയുന്നുണ്ടായിരിക്കും അല്ലെ. ദെൻ അതിന്റെ മന്തും ഡേറ്റും ആയിരിക്കും നമുക്ക് കൺഫ്യൂഷൻ അല്ലേ. അപ്പൊ അതിന്റെ ആൻസർ വരുന്നത് 1919 ഏപ്രിൽ 13 ബാക്കിയുള്ള ഓപ്ഷൻ വായിക്കാത്തത് കൺഫ്യൂസ്ഡ് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. then അടുത്തത്, ആസ് പെർ ദ ഹിസ്റ്റോറിക് ലാഹോർ കോൺഗ്രസ് ഓഫ് 1929 വിച്ച് ഡേറ്റ് വാസ് ഒബ്സർവ്ഡ് ആസ് ദ ഇൻഡിപെൻഡൻസ് ഡേ ഓഫ് അവർ കൺട്രി അല്ലെ. 1929 ലാഹോർ കോൺഗ്രസിന്റെ സെക്ഷൻ അല്ലെ, കോൺഗ്രസ് ലാഹോറിൽ വെച്ച് നടന്ന കോൺഗ്രസിന്റെ സെക്ഷനിലെ ഏത് ഡേറ്റ് ആണ് ഇന്ത്യയിലെ ഒരു ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്തത്? ഏത് ഡേറ്റ് ആയിരുന്നു?
ആഗസ്റ്റ് 15 ആഗസ്റ്റ് 8 നവംബർ 1 ജാനുവരി 26 സിമ്പിൾ ആണ് അല്ലെ. ജാനുവരി 26 ആയിരുന്നു അത് ആദ്യം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, അവര് ഒബ്സർവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചിലപ്പോ നമുക്ക് ഈ ഓഗസ്റ്റ് 15 അറിയുന്നത് കൊണ്ട് ഇനിയിപ്പോ അതൊക്കെയാണാവോ അങ്ങനെയൊക്കെ തോന്നൂലേ. പക്ഷെ അങ്ങനെയൊന്നും തോന്നരുത്. എന്താണ് അതിന് ആൻസർ വരുന്നത് ഏതാണ്? ജാനുവരി 26 ആണ്. 1930 ജാനുവരി 26 എന്ത് ചെയ്യണം, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വുഡ് ബി സെലിബ്രേറ്റഡ് ആസ് എ ഇൻഡിപെൻഡൻസ് ഡേ എന്നൊക്കെ പറഞ്ഞു അല്ലേ. വെൻ പീപ്പിൾ വോണ്ട് ടു ടേക്ക് എ പ്ലേഡ് ടു സ്ട്രഗിൾ ഫോർ കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് എന്നൊക്കെ പറയല്ലേ, പൂർണ്ണ സ്വരാജ് അല്ലേ. ലാഹോർ കോൺഗ്രസിന് എന്ത് ചെയ്തു, ഫുൾ ഇൻഡിപെൻഡൻസ് ഫോർ ഇന്ത്യ അല്ലെങ്കിൽ പൂർണ്ണ സ്വരാജ് ഒക്കെ കൊണ്ടുവന്നത് ഈ ഒരു സമയത്തായിരുന്നു. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏഴിമല, ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ദി മൂഷക ഡൈനാസ്റ്റി ഈസ് ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡിസ്ട്രിക്ട് ടുഡേ അല്ലെ. ഏഴിമല അല്ലെ. ഏഴിമല എന്ന് പറയുന്നത് എന്തായിരുന്നു, മൂഷക ഡൈനാസ്റ്റി അല്ലെ, മൂഷക വംശത്തിന്റെ എന്തായിരുന്നു, ഒരു ഹെഡ് ക്വാർട്ടർ ആയിരുന്നു. മൂഷക വംശത്തിന്റെ ഹെഡ് ക്വാർട്ടർ ആയിരുന്നു ഏഴിമല എന്ന് പറയുന്നത്. ഈ ഏഴിമല എന്ന് പറയുന്നത് ഏത് ഇന്നത്തെ ഏത് ഡിസ്ട്രിക്റ്റിന്റെ കീഴിലാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഏതാണ്? കോഴിക്കോടാണോ, കണ്ണൂരാണോ, കാസർഗോഡാണോ, വയനാടാണോ? ഏതാണ്? ഏതായിരിക്കും അല്ലെ? അതിന്റെ ആൻസർ വരുന്നത് ഏതാണ്? കണ്ണൂരാണ് അല്ലെ. കണ്ണൂരാണ്. നമ്മൾ എനിക്ക് തോന്നുന്നു ഏഴിമല നമ്മൾ പഠിച്ചിട്ടുണ്ട് +1 ഹിസ്റ്ററി ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, മാർത്താണ്ഡവർമ്മ ദ ഫേമസ് റൂളർ ഓഫ് ട്രാവൻകോർ ഡിഫീറ്റഡ് ഹൂം ഇൻ ദ ബാറ്റിൽ ഓഫ് കുളച്ചൽ ഇൻ 1741 അല്ലെ. കുളച്ചൽ യുദ്ധം 1741 കുളച്ചൽ യുദ്ധം നിങ്ങൾ എല്ലാവർക്കും ഉണ്ടായിരിക്കും അല്ലെ. അത് ഈ 1741 ബാറ്റിൽ ഓഫ് കൊളച്ചലില് മാർത്താണ്ഡവർമ്മ അല്ലെ ആരെയാണ് തോൽപ്പിച്ചത്? ഡച്ചുകാരെയാണോ, ബ്രിട്ടീഷുകാരെയാണോ, ഫ്രഞ്ചുകാരെയാണോ, പോർച്ചുഗീസുകാരെയാണോ? ആരെയാണ്? ഡച്ചുകാരെയാണ് അല്ലെ. സിമ്പിൾ സിമ്പിൾ ക്വസ്റ്റ്യൻ. ദെൻ അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സോഷ്യൽ റിഫോമേഴ്സ് കോൾഡ് ദ ബ്രിട്ടീഷ് റൂളേഴ്സ് വൈറ്റ് ഡെവിൾ റൂൾ അല്ലെ. ഇത് നമ്മുടെ 7ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു ആൻസർ ഉണ്ട് അല്ലെ. അതായത് താഴെ തന്നിരിക്കുന്ന സോഷ്യൽ റിഫോംസിലെ സാമൂഹ്യ പരിഷ്കരണ നേതാക്കന്മാരിലെ ബ്രിട്ടീഷ് ഭരണത്തെ വൈറ്റ് ഡെവിൾ റൂളിലെ അതായത് വെള്ള ദുർഭരണം അല്ലെങ്കിൽ ചെകുത്താന്റെ ഭരണം എന്നൊക്കെ വിശേഷിപ്പിച്ചത് ആരാണ്? അയ്യങ്കാളിയാണോ, ശ്രീനാരായണ ഗുരുവാണോ, തൈക്കോട് അയ്യാണോ, വൈകുണ്ഠ സ്വാമികളാണോ? ആൻസർ വരുന്നത് വൈകുണ്ഠ സ്വാമികളാണ്. അടുത്തത്, ഹു വാസ് ദ ഫസ്റ്റ് ഹരിജൻ മെമ്പർ ഓഫ് ശ്രീമൂലം പ്രജാസഭ അല്ലെ. ശ്രീമൂലം പ്രജാസഭയുടെ ഫസ്റ്റത്തെ ഹരിജൻ മെമ്പർ ആരായിരുന്നു? KP കറുപ്പൻ, PK ചാത്തൻ മാസ്റ്റർ, അയ്യങ്കാളി, വേലുക്കുട്ടി ആര്യൻ അല്ലെ. ആരാണ്? ആൻസർ വരുന്നത് സി ആണ്. അയ്യങ്കാളിയായിരുന്നു ശ്രീമൂലം പ്രജാസഭയുടെ ഫസ്റ്റ് ഹരിജൻ മെമ്പർ. അടുത്തത്, ഹു ഈസ് നോൺ ആസ് ദ ജാൻസി റാണി ഓഫ് ട്രാവൻകൂർ. തിരുവിതാംകൂറിന്റെ ജാൻസി റാണി എന്നറിയപ്പെട്ടത് ആരാണ്? AV കുട്ടിമാളു അമ്മ, ലളിതാംബിക അന്തർജനം, ആര്യ പള്ളം, അക്കാമ ചെറിയൻ. ആരാണ്? അക്കാമ ചെറിയാനാണ് തിരുവിതാംകൂറിന്റെ ജാൻസി റാണി എന്ന് അറിയപ്പെടുന്നത്. ദെൻ അടുത്തത്, ദ മലയാളം പോയറ്റ് ഹു കോൾഡ് ശ്രീനാരായണ ഗുരു ആസ് സെക്കൻഡ് ബുദ്ധ അല്ലെ. ദ മലയാളം പോയറ്റ്, ഒരു മലയാളം കവി ശ്രീനാരായണ ഗുരുവിനെ സെക്കൻഡ് ബുദ്ധ അല്ലെ, സെക്കൻഡ് ബുദ്ധ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് ആരാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് മലയാളം പോയറ്റ് ആണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ജി ശങ്കരക്കുറുപ്പ്, കുമാരനാശാന്, ഉള്ളൂർ S പരമേശ്വര അയ്യർ, വള്ളത്തോൾ. ആരാണ്? ജി ശങ്കരക്കുറുപ്പാണ് ശ്രീനാരായണ ഗുരുവിനെ സെക്കൻഡ് ബുദ്ധ എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത്. അടുത്തത്, ദ ലീഡർ ഹു ഈസ് നോൺ ആസ് കേരള ഗാന്ധി അല്ലെ. സിമ്പിൾ ക്വസ്റ്റ്യൻ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാണ്? ഓപ്ഷൻസ് ഒന്നും വായിക്കേണ്ട ആവശ്യമില്ല, കേളപ്പനാണ്. ദെൻ ഹു വൺ ദ ജ്ഞാനപീഠ് അവാർഡ് ഇൻ 2017? 2017 ജ്ഞാനപീഠ് അവാർഡ്. 2018 ഇതാണല്ലോ അറിയാലോ. അപ്പൊ 2017 ചോദിച്ചിട്ടുള്ളത്. ശങ്കർ ഘോഷ്, കൃഷ്ണ സോപ്തി, രഘുവീർ ചൗധരി, അമർ ഖാന്ത് അല്ലെ. ആരാണ്? കൃഷ്ണ സോപ്തിക്കായിരുന്നു 2017 ജ്ഞാനപീഠ് അവാർഡ് കിട്ടിയത്. IPL അല്ലെ, ഇന്ത്യൻ പ്രീമിയർ ലീഗ്, എ 2020 ക്രിക്കറ്റ് ലീഗ് ഇൻ ഇന്ത്യ വാസ് ഫൗണ്ടഡ് ബൈ. ആരാണ്? ആൻസർ A ആണ് വരുന്നത്, BCCI. Then who won the Kerala State Film Award for Best Actor in 2016? 2016
ബെസ്റ്റ് ആക്ടർ അവാർഡ്, കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് ആർക്കാണ് കിട്ടിയത്? ആരാണ്? ദുൽഖർ സൽമാൻ ആണോ, നിവിൻ പോളി ആണോ, വിനായകനാണോ, പൃഥ്വിരാജ് ആണോ? ആൻസർ വരുന്നത് വിനായകനായിരുന്നു. ദെൻ ദ പ്രസന്റ് ചെയർമാൻ ഓഫ് ISRO ഈസ്, അല്ലെ? അപ്പൊ അതായത് ഇത് നിങ്ങൾ ആലോചിക്കണം, നമ്മുടെ 2018 കാറ്റഗറി നമ്പറാണ്. അപ്പൊ 2019 ആ എക്സാം നടന്നിട്ടുള്ളത്. അപ്പൊ ക്വസ്റ്റ്യൻസിൽ ചിലത് എന്തായിരിക്കും നിങ്ങൾക്ക്, ചിലത് നിങ്ങൾക്കൊന്ന് ഒന്നും കൂടി ഇപ്പത്തത് ആരാന്നൊക്കെ ഒന്ന് നോക്കി വെക്കേണ്ടി വരും കേട്ടോ. അപ്പൊ അതൊന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അപ്പൊ അതിൽ കെ ശിവനാണോ, ജി മാധവൻ നായരാണോ, AS കിരൺകുമാർ ആണോ, കെ രാധാകൃഷ്ണനാണോ? അല്ലെ? അപ്പൊ എന്താണ് ആൻസർ? ഇവിടെ കെ ശിവനാണ് വരുന്നത്. ദെൻ ഇപ്പത്തെ കറണ്ട് ചെയർമാൻ ആരാണ്? നമ്മുടെ സോമനാഥ് ആണ് കേട്ടോ. സോമനാഥ് ആണ് കറണ്ട് ചെയർമാൻ ഓഫ് ISRO എന്ന് പറയുന്നത്. അതില് എനിക്ക് തോന്നുന്നു കെ ശിവൻ എന്ന് പറയുന്നത്, അല്ലെ, 2018 മുതൽ 2022 വരെയായിരുന്നു അദ്ദേഹത്തിന്റെ കാലഘട്ടം. പിന്നെ 2022 മുതലാണ് സോമനാഥ് എന്ത് ചെയ്യാൻ തുടങ്ങിയത്? സർവീസിൽ ആരംഭിച്ചത്. ഓക്കെ. ദെൻ ഹു ഈസ് ദ പ്രസന്റ് ചെയർമാൻ ഓഫ് രാജ്യസഭ? അല്ലെ, ഇതും നമ്മളെ ഒരു എന്താ പറയാ, നമ്മൾ നോക്കേണ്ട, അതായത് ഒന്നുകൂടി അതിനെ നോക്കേണ്ട ഒന്നാണ്. അന്നത്തത് ആൻസർ ഡി, ഗുലാം നബി ആസാദ് ആയിരുന്നു കേട്ടോ. ദെൻ ഇപ്പത്തെ, അതായത് ഇപ്പത്തെ ആള് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോക്കി വെക്കുക. ഇപ്പത്തെ ആൾ ആരാന്നൊക്കെ ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ജഗദീപ് ധനഗർ ആണ് ഇപ്പത്തെ ആള് കേട്ടോ. ദെൻ നെയിം ദ ഫൗണ്ടർ ഓഫ് ബ്രഹ്മ സമാജ്, അല്ലെ? ബ്രഹ്മ സമാജിന്റെ ആളുടെ ഫൗണ്ടറിന്റെ പേര്, അല്ലെ? വെരി സിമ്പിൾ. ആരാണ്? രാജാറാം മോഹൻ റോയ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്തു? ഇപ്പൊ നമ്മൾ ഏകദേശം നമ്മുടെ നമ്മുടെ ജനറൽ പാർട്ടിൻ്റെത് ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഒരു 20 ക്വസ്റ്റ്യനോളം അല്ലെങ്കിൽ 21 ക്വസ്റ്റ്യനോളം നമ്മളത് കഴിഞ്ഞു. ഇനി നമ്മുടെ സോഷ്യൽ വർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇനി വരുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ചാരിറ്റി ഓർഗനൈസേഷൻ സൊസൈറ്റി COS വാസ് ഫൗണ്ടർ ഇൻ വിച്ച് കൺട്രി? അല്ലെ? COS എന്ന് പറയുന്നത് ഏത് രാജ്യത്താണ് കണ്ടെത്തിയത്? ഇപ്പൊ നമ്മൾ ഇതിന്റെ ഒരു ഹിസ്റ്ററി ഓഫ് സോഷ്യൽ വർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ സിലബസിൽ പഠിക്കാനുള്ള ഒരു ഏരിയ കൂടിയാണ്. USA ആണോ, UK ആണോ, ഇന്ത്യ ആണോ, കാനഡ ആണോ? ആൻസർ വരുന്നത് UK ആണ് കേട്ടോ. UK ചാരിറ്റി ഓർഗനൈസേഷൻ സൊസൈറ്റി ഫൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അടുത്തത്, ഇൻ വിച്ച് ഇയർ പ്രൊഫഷണൽ ട്രെയിനിങ് ഇൻ ഇന്ത്യ ബിഗാൻ? അല്ലെ? അതായത് ഒരു സോഷ്യൽ വർക്കിലെ ഒരു പ്രൊഫഷണൽ ട്രെയിനിങ് ഇന്ത്യയിൽ ഏത് വർഷമാണ് ആരംഭിച്ചത്? ആൻസർ ആണ് 1936. ദ ഇയർ ഇൻ വിച്ച് കൗൺസിൽ ഓഫ് സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ്? അല്ലെ? കൗൺസിൽ ഓഫ് സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം? ആൻസർ ഡി, 1952. അടുത്ത ക്വസ്റ്റ്യൻ ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് എന്തായാലും ക്വസ്റ്റ്യൻ വരാവുന്ന രീതിയാണ്. നമ്മുടെ പ്രൊബേഷൻ ഓഫീസർ ഗേറ്റ് വരെ ഈ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സ്പെസിഫിക് എത്തിക്കൽ സ്റ്റാൻഡേർഡ് ടു ഗൈഡ് സോഷ്യൽ വർക്കേഴ്സ് conduct and to provide a basis for adjudication is mentioned in the section of NASW Code of Ethics, അല്ലെ? നാഷണൽ അസോസിയേഷൻ സോഷ്യൽ വർക്ക്, അല്ലെ? അപ്പോൾ അതിൽ ഈ NASWയുടെ ഏത് സെക്ഷനിലാണ് ബേസിസ് ഫോർ അഡ്ജഡിക്കേഷൻ എന്ന് പറയുന്ന സോഷ്യൽ വർക്കിന്റെ എത്തിക്കൽ സ്റ്റാൻഡേർഡ് പറയുന്നത്? ഫസ്റ്റ് ആണോ, സെക്കൻഡ് ആണോ, തേർഡ് ആണോ, ഫോർത്ത് ആണോ? ആൻസർ വരുന്നത് ഫോർത്ത് ആണ്. ഈ NASWന്റെ കോഡ് ഓഫ് എത്തിക്സ് എന്താണെന്ന് നമുക്ക് വരും. പ്രൊബേഷൻ ഓഫീസറിന്റെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, സ്പെസിഫിക്കൽ എത്തിക്കൽ സ്റ്റാൻഡേർഡ് ടു ഗൈഡ് സോഷ്യൽ വർക്കേഴ്സ് കണ്ടക്ട് ആൻഡ് പ്രൊവൈഡ് എ ബേസിസ് ഫോർ റിസർച്ച് ആൻഡ് ഇവാലുവേഷൻ ഈസ് മെൻഷൻഡ് ഇൻ ദ ഡാഷ് സെക്ഷൻ ഓഫ് NASW കോഡ് ഓഫ് എത്തിക്സ്, അല്ലെ? അപ്പൊ രണ്ട് ക്വസ്റ്റ്യൻ NASW കോഡ് ഓഫ് എത്തിക്സിൽ നിന്നും എടുത്തെടുത്ത് രണ്ട് ക്വസ്റ്റ്യൻ ആണ് വന്നത്.
ആദ്യത്തെ ചോദിച്ച ബേസിസ് ഫോർ അഡ്ജഡിക്കേഷൻ ആണെങ്കിൽ ഇപ്പൊ ചോദിച്ചത് ബേസിസ് ഫോർ റിസർച്ച് ആൻഡ് ഇവാലുവേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കോഡ് ഓഫ് എത്തിക്സ് ഏത് സെക്ഷനാണ് വരുന്നത്? ഫിഫ്തിലാണ് വരുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ അനുലോമ മാരേജസ്. ഇത് നമ്മുടെ ഒരു സോഷ്യൽ വർക്കിന്റെ സോഷ്യോളജി പാർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അനുലോമ അല്ലെ. അനുലോമ മാരേജും ഉണ്ട്, പ്രതിലോമ മാരേജും ഉണ്ട്. അനുലോമ ആൻഡ് പ്രതിലോമ മാരേജ് രണ്ട് ടൈപ്പ് ഓഫ് മാരേജ് ആണ് നമുക്കുള്ളത്. അതില് ഇവിടെ ചോദിച്ചിട്ടുള്ളത് അനുലോമ മാരേജ് ആണ്. എപ്പോഴും ഈ അനുലോമ പ്രതിലോമ കൺഫ്യൂഷൻ ആണ്. അപ്പൊ എപ്പോഴും ഏതെങ്കിലും ഒന്ന് പഠിക്കുക. ഏതെങ്കിലും ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മറ്റേത് ഓട്ടോമാറ്റിക്കലി കിട്ടും. ഇവിടെ ആൻസർ സി ആണ് വരുന്നത്. കാരണം ബാക്കിയുള്ളൊന്നും ഞാൻ വായിക്കുന്നില്ല, കാരണം നിങ്ങൾ കൺഫ്യൂഷൻ ആവും. സി എന്താ നോക്കുക, ഹയർ കാസ്റ്റ് മാൻ മാരിയും ലോവർ കാസ്റ്റ് വുമൺ അല്ലെ. ഉന്നത ജാതിയിൽപ്പെട്ട ഒരു പുരുഷൻ താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു സ്ത്രീയെ കല്യാണം കഴിക്കുക, അതാണ് അനുലോമ. അപ്പൊ പ്രതിലോമ എന്തായിരിക്കും? ഉന്നത ജാതിയിൽപ്പെട്ട സ്ത്രീ ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട പുരുഷനെ കല്യാണം കഴിക്കുന്നതായിരിക്കും. പക്ഷെ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യണ്ട, രണ്ടും പഠിക്കണ്ട, ഏതെങ്കിലും ഒന്ന് പഠിക്കുക. കാരണം ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ മറ്റൊന്ന് നിങ്ങൾക്ക് കിട്ടും. അടുത്തത് വിച്ച് സ്കോളർ സ്റ്റേറ്റഡ് ദാറ്റ് ദ സൊസൈറ്റി ഹാസ് പാസ്ഡ് ത്രൂ ദ 3 സ്റ്റേജസ് ഓഫ് ഇറ്റ്സ് ഡെവലപ്മെന്റ്: തിയോളജിക്കൽ, മെറ്റാഫിസിക്കൽ ആൻഡ് പോസിറ്റീവ്. സോഷ്യോളജിയിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോഷ്യോളജിയുടെ പിതാവ് ആരാന്ന് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കില്ലേ? അഗസ്ത്യ കോംട്ടെയാണ്. ദെൻ ഇതില് ആൻസറിൽ ചെറിയൊരു തെറ്റുണ്ട്. ഡി അല്ല, ബി ആണ് കേട്ടോ. അഗസ്ത്യ കോംട്ടെയാണ്. കാരണം നമ്മുടെ സൊസൈറ്റി തിയോളജിക്കൽ, മെറ്റാഫിസിക്കൽ, പോസിറ്റീവ് തുടങ്ങിയ സ്റ്റേജസിലൂടെ കടന്നു പോകുന്നത് ഏതാണ്? അഗസ്ത്യ കോംട്ടെയാണ് പറഞ്ഞത്. അഗസ്ത്യ കോംട്ടെ നമ്മൾ ഫാദർ ഓഫ് സോഷ്യോളജി എന്നുകൂടി എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നുണ്ട്. ഓക്കെ. തിയോളജിക്കൽ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദൈവികതയ്ക്ക് പ്രാധാന്യം, തിയോളജി അല്ലെ, ദൈവശാസ്ത്രം അല്ലെ. ദെൻ മെറ്റാഫിസിക്കലിന്റെ നേച്ചറിന് അല്ലെ, പ്രകൃതിക്ക് പ്രാധാന്യം കൊടുത്തു. പോസിറ്റീവ് സ്റ്റേജ് എന്ന് പറഞ്ഞത് സയന്റിഫിക് കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കൽ തുടങ്ങി. അതാണ് തിയോളജിക്കൽ, മെറ്റാഫിസിക്കൽ ആൻഡ് പോസിറ്റീവ് സ്റ്റേജ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ അഗസ്ത്യ കോംട്ടെ. ആൻസർ ഇവിടെ ബി ആണ് കേട്ടോ. ബി ആണ്, ആലോചിക്കണം. അടുത്തത്, ഇൻ ആൻ ഇന്ത്യൻ സൊസൈറ്റി പീപ്പിൾ ആർ പ്ലേസ്ഡ് ഇൻ ദ സ്ട്രാറ്റിഫിക്കേഷൻ സിസ്റ്റം ബൈ ദർ ആസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് ഇസ് എ ക്ലാസിക് എക്സാമ്പിൾ ഓഫ് അല്ലെ. അതായത് ഇന്ത്യൻ സൊസൈറ്റിയിലെ പീപ്പിൾസ് ഒരു സ്ട്രാറ്റിഫിക്കേഷൻ സിസ്റ്റത്തിലാണ് നിൽക്കുന്നത്. എന്തിലാണ്? സിസ്റ്റം ബൈ ദർ ആസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ്. 2 ടൈപ്പ് ഓഫ് സ്റ്റാറ്റസ് ഉണ്ട്. ആസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് ഉണ്ട്, അച്ചീവ്ഡ് സ്റ്റാറ്റസ് ഉണ്ട്. ആസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജന്മനാ കിട്ടുന്ന കാര്യങ്ങളാണ്. ബൈ ബർത്ത് നമ്മൾക്ക് കിട്ടുന്ന സ്റ്റാറ്റസ്, നമ്മുടെ ജാതി, മതം, വർഗം, ഇതൊക്കെ ആസ്ക്രൈബ്ഡ് സ്റ്റാറ്റസിന് ഉദാഹരണങ്ങളാണ്. അച്ചീവ്ഡ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിവുകൾ കൊണ്ട് നമ്മൾ നേടിയെടുക്കുന്നത്. ഇപ്പൊ നമ്മൾ എന്താണ്, പഠിച്ചൊരു IAS ഓഫീസർ ആവുക, അങ്ങനെ നമ്മൾ അച്ചീവ് ചെയ്തെടുക്കുന്നതാണ് നമ്മൾ അച്ചീവ്ഡ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ക്ലാസിക് എക്സാമ്പിൾ ഏതാണെന്നാണ് ചോദിച്ചുള്ളത്. സോഷ്യൽ മൊബിലിറ്റി ആണോ, ക്ലാസ് മൊബിലിറ്റി ആണോ, ഓപ്പൺ സോഷ്യൽ മൊബിലിറ്റി ആണോ, ക്ലോസ്ഡ് സോഷ്യൽ മൊബിലിറ്റി ആണോ? അല്ലെ, ആൻസർ ഡി ആണ്, ക്ലോസ്ഡ് സോഷ്യൽ മൊബിലിറ്റി. ദെൻ ചൂസ് ദ ഇൻഡിക്കേറ്റർ ഓഫ് പോവർട്ടി ഇൻ ഇന്ത്യ എമംഗ് ദ ഫോളോയിങ് അല്ലെ. ഇന്ത്യയുടെ പോവർട്ടിയുടെ ഇത് എന്ത് ചെയ്യാണ്? ഇൻഡിക്കേറ്റർ ചൂസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ, ഇന്ത്യയുടെ പോവർട്ടിയുടെ. അപ്പോ ഇന്ത്യയിൽ ഏതൊക്കെയാണ് ഈ പറയുന്ന പോവർട്ടിയുടെ ഇൻഡിക്കേറ്റർ ആയിട്ട് വരുന്നത് എന്നാണ് ചോദിക്കുന്നത്. ലിറ്ററസി ലെവലാണോ, ഇൻകം ലെവലാണോ, അതുപോലെ തന്നെ പർച്ചേസിങ് പവർ ലെവലാണോ, എംപ്ലോയ്മെന്റ് ലെവലാണോ? ഏതാണ്? ഇന്ത്യയിൽ ഇൻകം ലെവലാണ് ഓക്കെ പോവർട്ടിയുടെ ഇൻഡിക്കേറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് മോഡേണൈസേഷൻ റെഫേഴ്സ് ടു അല്ലെ. മോഡേണൈസേഷൻ, ആധുനികവൽക്കരണം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? മോഡേണൈസേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ പ്രൊബേഷൻ ഓഫീസർ ഗേറ്റ് 2 എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നു. അഡ്വാൻസ്മെന്റ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി, ഡ്രസ് സ്റ്റൈല്, വേ ഓഫ് ലൈഫ്, പ്രോഗ്രസീവ് യൂസ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി. മോഡേണൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വേ ഓഫ് ലൈഫ് ആണ് അല്ലെ, ജീവിത രീതികളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ടൈപ്പ് ഓഫ് ലോങ് ടേം മെമ്മറി റിക്കോറിംഗ് കോൺഷ്യസ് തോട്ട് ഈസ് അല്ലെ. ഇത് നമ്മുടെ സൈക്കോളജി ഓഫ് സോഷ്യൽ വർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ടൈപ്പ് ഓഫ് ലോങ് ടേം മെമ്മറി അല്ലെ, ലോങ് ടേം മെമ്മറിയിലെ ടൈപ്പാണ് റിക്കോറിംഗ് കോൺഷ്യസ് തോട്ട് അല്ലെ. കോൺഷ്യസ് തോട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇംപ്ലിസിറ്റ് മെമ്മറി ആണോ, ഓട്ടോബയോഗ്രഫിക്കൽ മെമ്മറി ആണോ, എക്സ്പ്ലിസിറ്റ് മെമ്മറി ആണോ, വർക്കിംഗ് മെമ്മറി ആണോ? ആൻസർ വരുന്നത് എക്സ്പ്ലിസിറ്റ് മെമ്മറിയാണ്. നമുക്ക് ഇതിന്റെ സൈക്കോളജിയിൽ മെമ്മറി, ടൈപ്പ് ഓഫ് മെമ്മറി ഒക്കെ നമുക്ക് പഠിക്കാറുണ്ട്.
അടുത്തത് ട്രേസിംഗ് ദ കോഴ്സ് ഓഫ് മെന്റൽ ഗ്രോത്ത് ഇൻ ആൻ ഇൻഡിവിജ്വൽ ഓർ ദ റേസ് ഈസ് ദ എൻക്വയറി ഓഫ്. ട്രേസിംഗ് ദ കോഴ്സ് ഓഫ് മെന്റൽ ഗ്രോത്ത് ഇൻ ആൻ ഇൻഡിവിജ്വൽ ഓർ ദ റൈസ് ഈസ് ദ എൻക്വയറി ഓഫ്. അനലിറ്റിക്കൽ സൈക്കോളജി ആണോ, സിന്തറ്റിക് സൈക്കോളജി ആണോ, ജനറ്റിക് സൈക്കോളജി ആണോ, ഫിസിയോളജിക്കൽ സൈക്കോളജി ആണോ? ആൻസർ എ ആണ്, അനലിറ്റിക്കൽ സൈക്കോളജി. Then maturization changes occur in a fairly predictable sequence and continue until. അല്ലെ, എന്താണ് മെച്ചുറൈസേഷൻ എന്ന് പറയുന്നത്? അല്ലെ, ഏതുവരെയാണ് അത് കണ്ടിന്യൂ ചെയ്യുന്നത്? അഡോളസൻസ് പീരീഡ് വരെയാണോ, അഡൾട്ട്ഹുഡ് ആണോ, ഓൾഡ് ഏജ് ആണോ, നൺ ഓഫ് ദി അബവ് ആണോ? ആൻസർ ബി ആണ്, അഡൾട്ട്ഹുഡ്. then അടുത്തത് അക്കോർഡിംഗ് ടു കോൾബർഗ് സെവൻത് സ്റ്റേജ് ഓഫ് മോറൽ ഡെവലപ്മെന്റ് ഈസ്. അല്ലെ, കോൾബർഗിനെ സംബന്ധിച്ചിടത്തോളം മോറൽ ഡെവലപ്മെന്റ് സെവൻത് സ്റ്റേജ് ഏതാണ്? പ്രീ കൺവെൻഷണൽ, കൺവെൻഷണൽ, പോസ്റ്റ് കൺവെൻഷണൽ ആൻഡ് മിസ്റ്റിക് സ്റ്റേജ്. അല്ലെ, നമുക്കറിയാം ഈ പ്രീ കൺവെൻഷനും പോസ്റ്റ് കൺവെൻഷനും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ, നമുക്ക് ഓൾറെഡി അറിയുന്നുണ്ടായിരിക്കും. then ഇതിന്റെ ആൻസർ വരുന്നത് മിസ്റ്റിക് സ്റ്റേജ് ആണ്. അടുത്തത് ഡിഫൻസ് മെക്കാനിസം. അല്ലെ, ഡിഫൻസ് മെക്കാനിസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ ഡിഫൻസ് മെക്കാനിസം ദാറ്റ് കീപ്സ് ഇൻഫർമേഷൻ ഔട്ട് ഓഫ് കോൺഷ്യസ് അവയർനെസ്. അല്ലെ, എന്താണ് ഇൻഫർമേഷൻ നമ്മൾ ഔട്ട് ഓഫ് കോൺഷ്യസ് അവയർനെസ്സിലെ കീപ്പ് ചെയ്യുക? അത് നമ്മൾ എന്താ പറയുന്നത്? റിപ്രഷൻ ആണോ, സബ്ലിമേഷൻ ആണോ, അഫിലിയേഷൻ ആണോ, അവോയ്ഡൻസ് ആണോ? ആൻസർ റിപ്രഷൻ ചെയ്യാം. അടുത്തത് ഹു ഈസ് അസോസിയേറ്റഡ് വിത്ത് ഗെസ്റ്റാൾട്ട് സിസ്റ്റം ഓഫ് തെറാപ്പി. അല്ലെ, അപ്പൊ ഗെസ്റ്റാൾട്ടിന്റെ ആളാരാന്ന് നോക്കിയാൽ മതി. കോൾ റോജർ ആണോ, ഫെഡറിക് ആൻഡ് പേൾസ് ആണോ, എറിക് ബെർണെ ആണോ, ജോസഫ് വോൾഫി ആണോ? ആൻസർ ബി ആണ്, ഫെഡറിക് ആൻഡ് പേൾസ്. അല്ലെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ പേഴ്സൺ സെന്റേർഡ് കൗൺസിലിംഗ് ഈസ് എ ഫോം ഓഫ്. പേഴ്സൺ സെന്റേർഡ് കൗൺസിലിംഗ് എന്ന് പറയുന്നത് എന്തിന്റെ ഫോമാണ്? അഡ്ലറിയൻ തെറാപ്പി, സൈക്കോ ഡൈനാമിക് തെറാപ്പി, സൈക്കോ അനലിറ്റിക് തെറാപ്പി, ഹ്യൂമനിസ്റ്റിക് സൈക്കോ തെറാപ്പി? ആൻസർ വരുന്നത് ഡി ആണ്, അല്ലെ, പേഴ്സൺ സെന്റേർഡ്. അപ്പൊ എന്താണ്? ഹ്യൂമനിസ്റ്റിക് സൈക്കോ തെറാപ്പിയാണ്. then അടുത്തത് സ്റ്റൈൽ ഓഫ് തെറാപ്പി ദാറ്റ് യൂസസ് ടെക്നിക്സ് ഡ്രോൺ ഫ്രം ഡിഫറെന്റ് സ്കൂൾ ഓഫ് തോട്ട്. സ്റ്റൈൽ ഓഫ് തെറാപ്പി, ഒരു തെറാപ്പിയുടെ ഒരു സ്റ്റൈലാണ് ചോദിക്കുന്നത്. ദാറ്റ് യൂസസ്, അത് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ടെക്നിക്സ് ഡ്രോൺ ഫ്രം ഡിഫറെന്റ് സ്കൂൾ ഓഫ് തോട്ട്. ഇന്റഗ്രേറ്റീവ് ആണോ, അല്ലെ, ഡിഫറെന്റ് സ്കൂൾ ഓഫ് തോട്ട് എന്ന് ചോദിച്ചില്ലേ? ഇന്റഗ്രേറ്റീവ് ആണോ, ഹോളിസ്റ്റിക് ആണോ, എക്ലറ്റിക് ആണോ, മൾട്ടി മോഡൽ ആണോ? ആൻസർ സി ആണ് വരുന്നത്, എക്ലറ്റിക്. അടുത്തത് ഹു ഇൻട്രൊഡ്യൂസ് ദ കൺസെപ്റ്റ് ഓഫ് ട്രാൻസ്ഫറൻസ് ഫസ്റ്റ്. ട്രാൻസ്ഫറൻസുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ പ്രൊബേഷൻ ഓഫീസറിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ട്രാൻസ്ഫറൻസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണ്? കോൾ യങ് ആണോ, സിഗ്മണ്ട് ഫ്രോയിഡ് ആണോ, ആൽഫ്രഡ് അഡ്ലർ ആണോ, കോൾ റോജർ ആണോ? ആൻസർ ബി ആണ്, സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. ഹു എമംഗ് ദ ഫോളോയിങ് ഹെൽപ്ഡ് സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് റൂട്ടഡ് ഇൻ സോഷ്യൽ വർക്ക് പ്രൊഫഷൻ? ഹു എമംഗ് ദ ഫോളോയിങ് ഹെൽപ്ഡ് സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് റൂട്ടഡ് ഇൻ സോഷ്യൽ വർക്ക് പ്രൊഫഷൻ. അല്ലെ, താഴെ തന്നിരിക്കുന്ന ആളിൽ ഹെൽപ്ഡ് സോഷ്യൽ വർക്ക് പ്രൊഫഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആരാണ്? ജി ഹാമിൽട്ടൺ ആണോ, മുറേ ജി റോസ് ആണോ, കേർട്ട് ലെവിൻ ആണോ, HP ട്രക്കർ ആണോ? HP ട്രക്കർ ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ദ സ്റ്റേജസ് ഓഫ് ഗ്രൂപ്പ് ഡെവലപ്മെന്റ് ഫോമിംഗ്, സ്റ്റോമിംഗ്, നോമിംഗ്, പെർഫോമിംഗ് ആൻഡ് അഡ്ജേണിംഗ് ഈസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ്. അല്ലെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സോഷ്യൽ ഗ്രൂപ്പ് വർക്കിൽ നമ്മൾ കൃത്യമായിട്ട് അല്ലെ എന്തായാലും നമ്മൾ പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് സ്റ്റേജസ് ഓഫ് ഗ്രൂപ്പ് ഡെവലപ്മെന്റ്. അല്ലെ, ഫോമിംഗ്, സ്റ്റോമിംഗ്, നോമിംഗ്, പെർഫോമിംഗ്, അഡ്ജേണിംഗ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പ്രൊബേഷൻ ഓഫീസറിന് വന്നിട്ടുണ്ടായിരുന്നു. ദെൻ ജെയിംസ് ആൽബർട്ട്, ബ്രൂസ് ടക്മൻ, ആനീസ് ഓപ്സ്, ജെയിൻ നാപ്പിയർ. നമുക്ക് പറയേണ്ട ആവശ്യമില്ല, ബ്രൂസ് ടക്മൻ ആണ് ഈ സ്റ്റേജസ് ഓഫ് ഗ്രൂപ്പ് ഡെവലപ്മെന്റിന്റെ കോൺട്രിബ്യൂട്ടഡ്. ദെൻ നെയിം ദ ഓതർ ഓഫ് ദി ബുക്ക് സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് ഹെൽപ്പിംഗ് പ്രോസസ്. അല്ലെ, സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് ഹെൽപ്പിംഗ് പ്രോസസ് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ഓതർ ആരാണ്? ലൈക്ക് ജി മിൽസൺ, F ഡഗ്ലസ്, ട്രക്കർ, HB. അല്ലെ, ആൻസർ ഇത് പെക്ക ജി ആണ്. അടുത്തത് സോഷ്യോമെട്രി ഈസ് എ ടെക്നിക് വൈഡ്ലി യൂസ്ഡ് ഫോർ സ്റ്റഡി ഓഫ്. അല്ലെ, സോഷ്യോമെട്രി, അല്ലെ, ജെയിൽ മൊറീനോ ഒക്കെ കണ്ടുപിടിച്ച സോഷ്യോമെട്രി എന്ന് പറയുന്ന ടെക്നിക്ക് എന്തിന്റെ പഠനത്തിനാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്? ലീഡർഷിപ്പ്, സ്റ്റാറ്റസ് ഓഫ് മെമ്പേഴ്സ്, ഗ്രൂപ്പ് സ്ട്രക്ചർ, ഓൾ ഓഫ് ദി എബവ്? ആൻസർ വരുന്നത് ഗ്രൂപ്പ് സ്ട്രക്ചർ ആണ്. ദെൻ ഗുഡ് റെക്കോർഡിംഗ് ഇൻ ഗ്രൂപ്പ് വർക്ക് ഷുഡ് ഫോക്കസ് ഓൺ. ഗ്രൂപ്പ് വർക്കിലെ ഗുഡ് റെക്കോർഡിംഗ് എന്തിനാണ് ഫോക്കസ് ചെയ്യുന്നത്? സ്കിൽസ് യൂസ്ഡ്, മെമ്പേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ്, പ്രോഗ്രാം ഓർഗനൈസ്ഡ്, ഗ്രൂപ്പ് പ്രോസസ്സ്. അല്ലെ, ഗുഡ് റെക്കോർഡിംഗ് അല്ലെ എന്താണ്? ഗ്രൂപ്പ് പ്രോസസ്സിനെയാണ് അത് ഫോക്കസ് ചെയ്യുന്നത്. അടുത്തത് അറേഞ്ച് ദ കേസ് വർക്ക് കോമ്പണൻസ് ഇൻ ഓർഡർ. അല്ലെ, കേസ് വർക്കിന് 4 കോമ്പണൻസ് ആണ് ഉള്ളത് നമുക്കറിയാം. അല്ലെ, അപ്പൊ അതിനെ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ആൻസർ വരുന്നത് ബി ആണ്,
പ്ലേസ്, പേഴ്സൺ, പ്രോബ്ലം, പ്രോസസ്സ്. ഇതൊക്കെ കൃത്യമായിട്ട് നമ്മുടെ ക്ലാസ്സുകൾ പറയുന്നുണ്ട്. പ്രൊബേഷൻ ഓഫീസറിനും ICDSനും ഒക്കെ ഇത് പഠിക്കാനുണ്ട്. സിമ്പിളാണ്. സോഷ്യൽ കേസ് വർക്ക് സോഷ്യൽ വർക്കിൻ്റെ ഒരു പ്രൈമറി മെത്തേഡാണ്. അപ്പോൾ അതിൻ്റെ 4 കോമ്പണൻസ് ആണുള്ളത്. പ്ലേസ്, പേഴ്സൺ, പ്രോബ്ലം, പ്രോസസ്സ്. അതായത് പ്ലേസ് ഉണ്ടാവും, ഒരു ആളുണ്ടായിരിക്കില്ല. ഒരു സോഷ്യൽ കേസ് വർക്കിൽ ഒരു സാഹചര്യം, അതിന് ഉള്ള ഒരു പേഴ്സൺ ഉണ്ടായിരിക്കും, അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കും, അതിനൊരു പ്രോസസ്സ് ഉണ്ടായിരിക്കും. അടുത്തത് ഹൂ ഡെവലപ്ഡ് എ ഫങ്ഷണൽ അപ്രോച്ച് ഇൻ കേസ് വർക്ക്. അല്ലെ, കേസ് വർക്കിലെ ഫങ്ഷണൽ അപ്രോച്ച് ഡെവലപ്പ് ചെയ്ത വ്യക്തി ആരാണ്? ഓട്ടോ റാങ്ക്, ടാൽക്കറ്റ് പാസൺ, മാരി റിച്ച്മോണ്ട്, ഗോർഡൻ ഹാമിൽട്ടൺ. ആൻസർ എ ആണ് വരുന്നത്, ഓട്ടോ റാങ്ക്. ദെൻ അടുത്തത് ഇയർ ഓഫ് പബ്ലിക്കേഷൻ ഓഫ് ദി ബുക്ക് ടൈറ്റിൽഡ് സോഷ്യൽ ഡയഗ്നോസിസ്. അല്ലെ, സോഷ്യൽ ഡയഗ്നോസിസ് എന്ന ബുക്കിന്റെ പബ്ലിഷിംഗ് ഡേറ്റ് ആണ് ചോദിച്ചത്. പബ്ലിഷിംഗ് ഇയർ ഏതാണ്? ആൻസർ ബി ആണ്, 1970. Then which of the following is not a part of social case work process? സോഷ്യൽ കേസ് വർക്ക് പ്രോസസ്സിന്റെ ഭാഗമല്ലാത്ത പാർട്ട് ഏതാണ്? സ്റ്റഡി, ട്രീറ്റ്മെന്റ്, അസസ്മെന്റ്, കണ്ടന്റ് അനാലിസിസ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഡി ആണ് വരുന്നത്, കണ്ടന്റ് അനാലിസിസ്. അടുത്ത ക്വസ്റ്റ്യൻ, സൈക്കോ സോഷ്യൽ അപ്രോച്ച് ഇൻ സോഷ്യൽ കേസ് വർക്ക് ഈസ് ഡിപ്പെൻഡ് ഓൺ. അല്ലെ, സൈക്കോ സോഷ്യൽ അപ്രോച്ച് സോഷ്യൽ കേസ് വർക്കിലെ സൈക്കോ സോഷ്യൽ അപ്രോച്ച് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനെയാണ്? അല്ലെ, സൈക്കോ സോഷ്യൽ അപ്രോച്ച് ആണ്. ക്ലയന്റ് സെന്റേഡ് തെറാപ്പി, ട്രാൻസാക്ഷണൽ അനാലിസിസ്, ബിഹേവിയറൽ തോട്ട്, ഫ്രൂഡിയൻ തോട്ട്. അല്ലെ, സൈക്കോ സോഷ്യൽ അപ്രോച്ച് ആണ്. അപ്പൊ അതെന്താണ്? ക്ലയന്റ് സെന്റേഡ് തെറാപ്പിയാണ്. അടുത്തത് ഡിപ്പെൻഡന്റ് വേരിയബിൾ ആർ ഷോൺ. സോഷ്യൽ വർക്ക് റിസർച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. ഡിപ്പെൻഡന്റ് വേരിയബിൾ നമുക്ക് എവിടെയാ കാണാൻ പറ്റുക? Y ആക്സിസിലാണോ, X ആക്സിസിലാണോ, കോളത്തിലാണോ, റോയിലാണോ? Y ആക്സിസിലാണ് നമുക്കത് കാണാൻ സാധിക്കുക. അടുത്തത് വിച്ച് വൺ ഈസ് നോട്ട് എ പാരാമെട്രിക് ടെസ്റ്റ് ഫോർ ടെസ്റ്റിംഗ് ഹൈപ്പോത്തിസിസ്. അല്ലെ, താഴെ തന്നിരിക്കുന്നതില് പാരാമെട്രിക് ടെസ്റ്റ് ഫോർ ടെസ്റ്റിംഗ് ഹൈപ്പോത്തിസിസ്. ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യുന്നതിലെ പാരാമെട്രിക് ടെസ്റ്റിന്റെ അല്ലാത്തത് ഏത്? F ടെസ്റ്റ്, T ടെസ്റ്റ്, Q ടെസ്റ്റ്, Z ടെസ്റ്റ്. ഏതാണ്? Q ടെസ്റ്റ് ആണ്. അടുത്തത് when an investigator reject a null hypothesis that is actually true in the population is known as. അല്ലെ, ഒരു ഇൻവെസ്റ്റിഗേറ്റർ നൺ ഹൈപ്പോത്തിസിസ് റിജക്ട് ചെയ്യാണ്, അതെന്താണ്? പോപ്പുലേഷനിൽ. അല്ലെ, അതിനെ നമ്മൾ എന്താ പറയാ? ടൈപ്പ് 1 ഇറർ ആണോ, ടൈപ്പ് 2 ഇറർ ആണോ, സ്റ്റാൻഡേർഡ് ഇറർ ആണോ, ഫാൾസ് നെഗറ്റീവ് ഇറർ ആണോ? ടൈപ്പ് 1 ഇറർ ആണ്. ഓക്കെ. ദെൻ വിച്ച് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് എ ഗുഡ് സാമ്പിൾ. അല്ലെ, ഒരു ഗുഡ് സാമ്പിളിന്റെ അല്ലെ, സാമ്പിളിംഗ് പ്രൊസീജിയറും ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൊബേഷൻ ഓഫീസറിലൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് സാമ്പിളിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നുണ്ട്. അല്ലെ, പ്രൊബിലിറ്റി സാമ്പിളിങ്, നോൺ പ്രൊബിലിറ്റി സാമ്പിളിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഒരു ഗുഡ് സാമ്പിളിന്റെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഏതാണ്? സ്മോളർ ക്വാണ്ടിറ്റി, കറക്റ്റ് റെപ്രസെൻറ്റേറ്റീവ്നെസ്, ബിഗ് ക്വാണ്ടിറ്റി, നൺ ഓഫ് ദി അബവ്. ആൻസർ ബി ആണ്, കറക്റ്റ് റെപ്രസെൻറ്റേറ്റീവ്സ് ആണ്. അല്ലെ, അതായത് നമ്മൾ ഒരുപാട് ആളുകളെ തിരഞ്ഞെടുക്കുന്നുണ്ട്. അപ്പൊ ആ ആളുകളെ തിരഞ്ഞെടുക്കുമ്പോൾ വ്യത്യസ്തമായ ആളുകളായിരിക്കും, എല്ലാവരെയും റെപ്രസെന്റ് ചെയ്യുന്ന ഒന്നായിരിക്കണം. അടുത്തത് വിച്ച് ഡിസൈൻ ഓഫ് സ്റ്റഡീസ് യൂസ്ഡ് വെൻ എ റിസർച്ചർ ഈസ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ദ പ്രോബ്ലം വിത്ത് ലിമിറ്റഡ് അണ്ടർസ്റ്റാൻഡിങ്. അല്ലെ, വിച്ച് ഡിസൈൻ ഓഫ് സ്റ്റഡീസ്. അല്ലെ, ഒരു സ്റ്റഡിയുടെ ഡിസൈൻ ആണ് ചോദിക്കുന്നത്. അവിടെ റിസർച്ചർ ഈസ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ദ പ്രോബ്ലം വിത്ത് ലിമിറ്റഡ് അണ്ടർസ്റ്റാൻഡിംഗ്. അല്ലെ, ലിമിറ്റഡ് അണ്ടർസ്റ്റാൻഡിങ് വഴി പ്രോബ്ലത്തെ റിസർച്ചർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ആ ഒരു സ്റ്റഡി ഡിസൈനിനെ നമ്മൾ അതിലെന്താണ് യൂസ് ചെയ്യുന്നത്? അല്ലെ, എക്സ്പെരിമെന്റൽ ആണോ, ഡിസ്ക്രിപ്റ്റീവ് ആണോ, എക്സ്പ്ലോറേറ്ററി ആണോ? ഓൾ ഓഫ് ദി അബവ് ആണ്. ആൻസർ വരുന്നത് എക്സ്പ്ലോറേറ്ററി ആണ്. ഹു ഇസ് ദ ഓതർ ഓഫ് ദി ബുക്ക് പാർട്ടിസിപ്പേറ്ററി ആക്ഷൻ റിസർച്ച്? പാർട്ടിസിപ്പേറ്ററി ആക്ഷൻ റിസർച്ചിന്റെ ഓതർ ആരാണ്? വൈറ്റ് വില്യം ആണ്. അടുത്തത് 6 സിഗ്മ ഈസ് ആൻ അപ്രോച്ച് ടു എൻഷുർ. അല്ലെ, 6 സിഗ്മ ഈസ് ആൻ അപ്രോച്ച് ടു എൻഷുർ. എന്തോ എൻഷുർ ചെയ്യാനാണ്? സ്റ്റേക്ക് ഹോൾഡർ അനാലിസിസ്, റിസ്ക് മാനേജ്മെന്റ് ഓഫ് ദി പ്രൊജക്ട്, പ്ലാനിംഗ്, പ്രൊജക്ട് കമ്മ്യൂണിക്കേഷൻ, പ്രൊജക്ട് ക്വാളിറ്റി. ആൻസർ വരുന്നത് ഡി ആണ്, പ്രൊജക്ട് ക്വാളിറ്റി. Then അടുത്തത് the analysis that indicates stability of prices and cropping relative income and expenditure is known as. അല്ലെ, the analysis that indicates stability of price and cropping relative income and expenditure is known as livelihood analysis, seasonal calendar, ചപ്പാത്തി ഡയഗ്രാം, ടൈംലൈൻ. ആൻസർ എ ആണ് വരുന്നത്, ലൈവ്ലിഹുഡ് അനാലിസിസ്. The project team members are primarily accountable to. അല്ലെ, പ്രൊജക്ട് ടീം മെമ്പേഴ്സ് പ്രൈമർലി എന്തിനാണ് അക്കൗണ്ടബിൾ ആയിട്ടുള്ളത്? എൻഡ് യൂസേഴ്സ്, ഫിനാൻസ് ഡയറക്ടർ, എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, പ്രൊജക്ട് മാനേജർ. ആൻസർ വരുന്നത് ഡി ആണ്. അല്ലെ, പ്രൊജക്ട് മാനേജർ. ദെൻ LFA ഈസ് ടൂൾ ഫോർ. LFA എന്ന് പറഞ്ഞ ടൂൾ എന്തിനാണ്? പ്ലാനിങ്, ഡിസൈനിങ്, അപ്രൈസൽ, റിവ്യൂ. ആൻസർ ഈ ആണ് വരുന്നത്, പ്ലാനിങ്. Then part 3 of the Constitution of India deals with very simple question. ഏതാണ്? ഫണ്ടമെന്റൽ റൈറ്റ്.
Then residual welfare model is best match for the residual welfare model is best match for the വെൽഫെയർ സർവീസ് ആണോ, ഒപ്റ്റിമൽ യൂസ് ഓഫ് റിസോഴ്സസ് ആണോ, പെർക്ക് ആൻഡ് ബെനിഫിറ്റ് ആണോ, നൺ ഓഫ് ദീസ് ആണോ? ആൻസർ ചെയ്യാണ് വരുന്നത് വെൽഫെയർ സർവീസസ്. ദെൻ ഡീവിയൻസ് റെഫേഴ്സ് ടു അല്ലെ, ഡീവിയൻസ് എന്തിനാണ് റെഫർ ചെയ്യുന്നത്? ട്രേറ്റ്, ബിഹേവിയർ, ഒരു ആക്ഷൻ, സംതിങ് ദാറ്റ് ഈസ് ആൾവേസ് എ ക്രൈം, ബോത്ത് എ ആൻഡ് ബി. ആൻസർ വരുന്നത് ബി ആണ്. ഡീവിയൻസ് അല്ലെ, ഡീവിയൻസ് വരിക എന്ന് പറയില്ലേ, ബിഹേവിയർ അല്ലെങ്കിൽ ആക്ഷനിൽ വരുന്ന ഡീവിയൻസ് അല്ലെ. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ബെനഫിറ്റ്? ഇൻഷുറൻസ്, പ്രൊവിഡന്റ് ഫണ്ട്, മെറ്റേണൽ ലീവ്, മീൽസ് ആൻഡ് എംപ്ലോയി ഡിസ്കൗണ്ട്സ്. ആൻസർ വരുന്നത് ഡി ആണ്, മീൽസ് ആൻഡ് എംപ്ലോയി ഡിസ്കൗണ്ട്സ്. Then അടുത്തത് 3 aspects determine the type of person to be recruited to the organization അല്ലെ. 3 aspects determine the type of person to be recruited to the organization. 3 ആസ്പെക്റ്റുകൾ എന്തിന്? ഡിറ്റർമൈൻ ദ ടൈപ്പ് ഓഫ് പേഴ്സൺ ടു ബി റിക്രൂട്ടഡ് ടു ദ ഓർഗനൈസേഷൻ. ആൻസർ ഡി ആണ് വരുന്നത്. ജോബ് അനാലിസിസ്, ജോബ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് ജോബ് സ്പെസിഫിക്കേഷൻ. അടുത്തത് അക്കോർഡിംഗ് ടു സ്മിത്ത് ആൻഡ് പോളക്, വാട്ട് ഈസ് കൺസിഡേർഡ് sinful behavior is often regulated by religious clergy, criminal justice, citizens, the government. Answer A ആണ് religious clergy. അടുത്ത question, in regard to the function of deviance and society, what does Durkheim argue will happen if we eliminate all serious crime? Answer D ആണ്, society will criminalize less serious action. അടുത്ത ക്വസ്റ്റ്യൻ, പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ PIL അല്ലെ, അത് എന്താണ് റെഫർ ചെയ്യുന്നത്? മെക്കാനിസം ടു പ്രൊവൈഡ് ജസ്റ്റിസ് ഔട്ട് ഓഫ് ദി കോർട്ട്, ടു പ്രൊവൈഡ് സ്പീഡി ജസ്റ്റിസ്, ടു പ്രൊവൈഡ് ജസ്റ്റിസ് ടു പുവർ, നീഡി ആൻഡ് വീക്കർ സെക്ഷൻ ഓഫ് സൊസൈറ്റി വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി NGO ആൻഡ് മീഡിയ, നൺ ഓഫ് ദീസ് അല്ലെ. PI പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്താണ്? കോർട്ടിൽ നിന്ന് ജസ്റ്റിസ് ആണോ, സ്പീഡി ജസ്റ്റിസ് പ്രൊവൈഡ് ചെയ്യലാണോ, അതോ പുവർസിന് അല്ലെങ്കിൽ നീഡി ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ട NGOന്റെയും മീഡിയന്റെയും സഹായത്തോടു കൂടി ജസ്റ്റിസ് കൊടുക്കലാണോ? ഏതാണ്? പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്ന് പറയുന്നത് എന്താണ്? പാവപ്പെട്ട ആളുകൾക്കും ആവശ്യമുള്ള ആളുകൾക്കും വീക്കർ സെക്ഷൻസുകൾക്കും NGOന്റെയും മീഡിയാസിനും ഹെൽപ്പോട് കൂടിയിട്ട് ജസ്റ്റിസ് പ്രൊവൈഡ് ചെയ്യലാണ്. ആർട്ടിക്കിൾ 14 to 18 ഡീൽസ് വിത്ത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഫണ്ടമെന്റൽ റൈറ്റിലെ ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? റൈറ്റ് ടു ഈക്വാലിറ്റി അല്ലെ, ഈക്വാലിറ്റി സമത്വത്തിനുള്ള അവകാശമാണ് 14 മുതൽ 18 വരെ വരുന്നത് അല്ലെ. 19 മുതൽ ഏതാ തുടങ്ങുന്നത്? റൈറ്റ് ടു ഫ്രീഡം ആണ്. റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ഏതാണ്? 23 24 ആണ് അല്ലെ. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ ആണ്, അത് കഴിഞ്ഞതിന് ശേഷമുള്ള അതാണ്. Then a marriage between two persons within prohibited degrees of relationship is called dash under the Hindu Marriage Act of 1955. ഹിന്ദു മാരേജ് ആക്ടിലെ 1955 ഹിന്ദു മാരേജ് ആക്ടിലെ രണ്ട് വ്യക്തികൾ തമ്മിൽ എന്താണ്? വിത്തിൻ പ്രൊഹിബിഷൻ ഓഫ് ഡിഗ്രീസ് ഓഫ് റിലേഷൻഷിപ്പ്. വാലിഡ് ആണോ, വോയിഡബിൾ ആണോ, വോയിഡ് ആണോ, ഇറഗുലർ ആണോ? വോയിഡ് ആണ്. ദെൻ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് വാസ് പാസ്ഡ് ഇൻ അല്ലെ, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ആക്ട് എന്നാണ് പാസ്സാക്കിയത്? ബി ആണ്, 2009. Then dowry is defined under which section of the Dowry Prohibition Act 1961? 1961 ഡൗറി പ്രൊഹിബിഷൻ ആക്ടിലെ ഏത് സെക്ഷനിലാണ് ഡൗറി എന്താണെന്ന് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? ആൻസർ സി ആണ്, സെക്ഷൻ 2ലാണ്. Then sterilizing individuals who were thought to have the genetic potential of criminality was related to the perspective of lobotomization. ഏതാണ്? ആൻസർ ബി ആണ് വരുന്നത്. Then a person who chooses to commit crime after strategically assessing the risk and reward is best described by. A person who chooses to commit crime after strategically assessing the risk and reward is best described by rational choice theory ആണ്. Then dash means a police officer has the authority to make an arrest without a warrant and to start an investigation with or without the permission of a court അല്ലെ. ഡാഷ് അല്ലെ, ഒരു പോലീസ് ഓഫീസർ ഹാസ് ദ അതോറിറ്റി ടു മേക്ക് ആൻ അറസ്റ്റ് അല്ലെ, വിത്തൗട്ട് എ വാറന്റ് ഇല്ലാതെ, ആൻഡ് സ്റ്റാർട്ട് ആൻ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യുക വിത്ത് ഓർ വിത്തൗട്ട് പെർമിഷൻ ഓഫ് എ കോർട്ടിന്റെ പെർമിഷൻ ഇല്ലാതെ. അതെന്താ പറയാ? ആൻസർ ആണ് വരുന്നത്, കോഗ്നൈസബിൾ ഒഫൻസ് ആണ് വരുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ചൈൽഡ് ലേബർ ഈസ് പ്രൊഹിബിറ്റഡ് ആസ് പെർ ആർട്ടിക്കിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ചൈൽഡ് ലേബർ പ്രൊഹിബിറ്റ് ചെയ്യുന്നത്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ആൻസർ ഡി 24 അല്ലെ.
ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ ഫോളോയിങ് സ്റ്റെപ്പ് ഇൻ ദ പ്രോസസ് ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എൻ ജി ഒസ് അല്ലെ. ഫോളോയിങ് സ്റ്റെപ്സിനെ അറേഞ്ച് ചെയ്യുക, പ്രോസസ് ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എൻ ജി ഒ അല്ലെ. ആൻസർ ഡി ആണ്. നമുക്ക് നോക്കാം ഏതാണ്. 2. ഫസ്റ്റ് വിഷൻ, മിഷൻ, പിന്നെ എന്താണ് ഒബ്ജക്റ്റീവ്സ്, സ്ട്രാറ്റജീസ് അല്ലെ. വിഷൻ, മിഷൻ, ഒബ്ജക്റ്റീവ്സ്, സ്ട്രാറ്റജീസ്. ദെൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ ഡിഫൻസ് ഈസ് സിറ്റുവേറ്റഡ് അല്ലെ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ ഡിഫൻസ് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്? ഡൽഹി ആണോ, ബാംഗ്ലൂർ ആണോ, മുംബൈ ആണോ, ചെന്നൈ ആണോ? ഡൽഹിയിലാണ് അത് വരുന്നത്. Then 360-degree feedback is associated with performance appraisal. Then after passing of a bill in both the houses of parliament and after president assent, within how many days the bill should come into force അല്ലെ. അതായത് 2 രാജ്യസഭയിലും ലോകസഭയിലും ഒരു ബില്ല് പാസ്സാക്കി പ്രസിഡന്റ് അസന്റിന് കിട്ടി, പിന്നീട് എത്ര ദിവസത്തിന് ശേഷമാണ് ഒരു ബില്ല് ഫോഴ്സിൽ വരുന്നത്? ആൻസർ ചെയ്യാണ് വരുന്നത് 30 അല്ലെ. Then probation officers often believe that although most offenders do not pose a danger to others, they do frequently exhibit destructive behavior patterns such as C ആണ് drug abuse അല്ലെ. സോറി, ഡ്രഗ് അബ്യൂസ് അല്ല, ഓൾ ഓഫ് ദീസ് ആണ്. സൂയിസൈഡ് ഐഡിയേഷനും ആൽക്കഹോൾ അബ്യൂസിനും ഡ്രഗ് അബ്യൂസിനും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പ്രൊബേഷൻ ഓഫീസറിന്റെ ഒരു കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ദെൻ ദ മെത്തേഡ് ബൈ വിച്ച് ദ റിലേറ്റീവ് വർത്ത് ഓഫ് ജോബ്സ് ഇൻ ആൻ ഓർഗനൈസേഷൻ ഈസ് ഡിറ്റർമൈൻഡ് ഈസ് കോൾഡ് ആസ് ഡി ആണ് ജോബ് അനാലിസിസ്. ഡാഷ് റെഫേഴ്സ് ടു അഡൽട്ട് ഒഫൻഡേഴ്സ് whom court plays on supervision in the community and dash refers to criminal offenders who are conditionally released from prison to serve the remaining portion of their sentence in the community അല്ലെ. അതായത് ഒന്ന് എന്താണ്, അഡൽട്ട് ഒഫൻഡേഴ്സിന് അവരുടെ കോർട്ട് എന്താണ് അവരെ സൂപ്പർവിഷൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ എന്താണ്, ക്രിമിനൽ ഒഫൻഡേഴ്സ് എന്താണ്, അവരെ ചില കണ്ടീഷൻ വെച്ചിട്ട് റിലീസ് ചെയ്യാം. അപ്പൊ അത് രണ്ടിനും എന്താ പറയുന്നത്? ആൻസർ ബി, പ്രൊബേഷൻ ആൻഡ് പെരോൾ അല്ലെ. പ്രൊബേഷൻ ആണ് എന്ത് ചെയ്യുന്നത്? അവരെ സൂപ്പർവിഷൻ ചെയ്യുക. പരോൾ അവർക്ക് ഒരു കണ്ടീഷൻ വെച്ചിട്ട് അവരെ റിലീസ് ചെയ്യുന്ന ഒന്നാണ്. ദെൻ ദി യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ് വാസ് ഓൺ അല്ലെ. അതിന്റെ ഡേറ്റ് എന്നാണ് 10th December 1948. ഹു ഹാസ് കോൺട്രിബ്യൂട്ടഡ് POSDCORB അല്ലെ. സിമ്പിൾ ആണ്. അതിൻ്റെയൊക്കെ ഫുൾ പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. അത് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ലൂതർ ഗുലിക് ആൻഡ് ഉർവിക് അല്ലെ. ദെൻ FCR എന്താ സ്റ്റാൻഡ് ചെയ്ത്? ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട്. Then dash deals with the dispute between individuals, organization or between the two in which compensation is awarded to the victim അല്ലെ. സിവിൽ ലോ പ്രകാരമാണ് അത് കോമ്പൻസേഷൻ കൊടുക്കുന്നത്. ഹു ഡിഫൈൻഡ് മാനേജ്മെന്റ് ആസ് ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ പീപ്പിൾ അല്ലെ. മാനേജ്മെന്റിനെ ഒരു ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ പീപ്പിൾ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? മാരി പാർക്കർ ഫോളട്ട് ആണ്. If a person is very muscular and active, engages in criminal activity, what somatotype would he fit according to William Sheldon? B. Mesomorph. Is based on the idea that criminal trait could be determined by the study. Criminal trait നമുക്ക് എങ്ങനെ ഏത് സ്റ്റഡി വെച്ചിട്ട് ഡിറ്റർമൈൻ ചെയ്യാം? ബി, സ്കൾ ടൈപ്പ് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം. ജർമനത്തം ലേബിൾഡ് പീപ്പിൾ ഹു ആർ മോട്ടിവേറ്റഡ് ബൈ പെർസ്യൂട്ട് ഓഫ് പ്ലഷർ ആൻഡ് ദ അവോയ്ഡൻസ് ഓഫ് പെയിൻ ആസ് സാഡിസ്റ്റുകൾ. ഹു വാസ് ദ ഫസ്റ്റ് ചെയർപേഴ്സൺ ഓഫ് CSW അല്ലെ. CSW, SSW ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അതിന്റെ ഫസ്റ്റ് ചെയർപേഴ്സൺ ആരാണ്? ഡോക്ടർ ദുർഗാബായ് ദേശ്മുഖ് ആണ്. ദ ക്ലാസിക്കൽ സ്കൂൾ ഓഫ് ക്രിമിനോളജി ഈസ് ബേസ്ഡ് ഓൺ ദ കൺസെപ്റ്റ് അല്ലെ. ക്രിമിനോളജിയുടെ ക്ലാസിക്കൽ സ്കൂളിന്റെ ബേസ് ആയിട്ടുള്ള കൺസെപ്റ്റ് ഏതാണ്? ഫ്രീ വിൽ ആണ്. ഹു ഹാസ് കോൺട്രിബ്യൂട്ടഡ് തിയറി എക്സ് ആൻഡ് തിയറി വൈ? ആരാണത് കോൺട്രിബ്യൂട്ട് ചെയ്തത്? ഡി ആണ്. ഇതിൽ ആരും അല്ല കേട്ടോ. Then a Muslim illegitimate child is kept in the custody of അല്ലെ. ആരാണ്? എപ്പോഴും മദറിന്റെ കസ്റ്റഡിയിലായിരിക്കും. Then the Environment Protection Act 1986 is applicable to the whole of India ആണോ? whole of India except the state of Jammu and Kashmir ആണോ? whole of India except the state of Nagaland ആണോ? none of the above. ആൻസർ വരുന്നത് whole of Indiaയിൽ അത് applicable ആണ്. Institutional redistributive model of social policy is associated with the totalitarian state. Heinous offense include the offense for which the minimum punishment under the Indian Penal Code or any other law for the time being enforced is imprisonment for 7 years or heinous offense 7 years or more ആണ് കിട്ടുന്നത്.
Under the Juvenile Justice Act 2015, a child below the age of 8 years is defined as, അല്ലെ 18 വയസ്സ് താഴെയുള്ള കുട്ടികളെ 2015 ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം എന്താ പറയുന്നത്? ജുവനൈൽ എന്നാണ് പറയുന്നത്. വിച്ച് സെറ്റിംഗ് ബ്രിങ്സ് എബൌട്ട് ദ കറക്ഷൻ ടു ദ ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിഹേവിയർ ഓഫ് പീപ്പിൾ. കറക്ഷണൽ സെറ്റിങ്സ്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. 100 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ മാസ്റ്റർ കീ അക്കാഡമിയുടെ കീഴിൽ വെൽഫെയർ ഓഫീസർ ഗേറ്റുള്ള കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. വളരെ കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാനോട് കൂടിയിട്ടാണ് നമ്മുടെ കോഴ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ നമ്മുടെ ഒരു പ്രത്യേകതകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് സിലബസ് തീർക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരു വെരി ഗുഡ് സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കും. കൃത്യമായിട്ടുള്ള മോഡൽ എക്സാമുകൾ തരുന്നു. കഴിഞ്ഞ ICDSലും പ്രൊബേഷൻ ഓഫീസിലും നമ്മൾ കോഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടിലും വളരെ നല്ല മാർക്ക് കിട്ടിയ കുട്ടികളൊക്കെ നമ്മുടെ ബാച്ചിലുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.